നമ്മൾ ആരും മറക്കാത്ത ഒരു പേരുണ്ട്, അരിക്കൊമ്പൻ. അല്ലെ, ഭീതിപ്പെടുത്തി ഒരു പ്രദേശത്തെ ആകെ മുൾമുനയിൽ നിർത്തിയ അരിക്കൊമ്പൻ 2 പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ആളുകളുടെ ഉറക്കം കെടുത്തിയിരുന്ന അരിക്കൊമ്പൻ എന്ന കാട്ടാനയെ ചിന്നക്കനാലിൽ നിന്നും കാട് കടത്തിയിട്ട് ഇന്ന് 1 വർഷമാവുകയാണ്. എത്ര വേഗമാണ് 1 വർഷം കടന്നുപോയതല്ലേ. വലിയ പ്രതിഷേധങ്ങളും കോടതി വ്യവഹാരങ്ങൾക്കും ഒക്കെ ഒടുവിലായിരുന്നു അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്നും മയക്കുവെടി വെച്ച് പിടികൂടി പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് മാറ്റിയത്. ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. ആനയിറങ്കൽ ഡാമിൽ കുളിച്ചും തേയിലക്കാടുകൾക്കിടയിൽ ഉറങ്ങിയും കാട്ടുകൊമ്പൽ നാട്ടിൽ മതിച്ചു വാണിരുന്ന കാലം. അതിനിടയിൽ എപ്പോഴോ അരിയുടെ രുചി പിടിച്ചു. പിന്നെ കൊമ്പൻ അരി തേടിയുള്ള യാത്ര തുടങ്ങി. 100-ലധികം വീടുകളുടെ അടുക്കള പൊളിച്ചു. പന്നിയാറിലെ റേഷൻ കടയിലെ നിത്യ സന്ദർശകനായി. ഇതോടെ കാട്ടുകൊമ്പന് പേര് അരിക്കൊമ്പൻ എന്നായി. അരി തേടിയുള്ള യാത്രക്കിടയിൽ നിരവധി മനുഷ്യജീവനുകളും അരിക്കൊമ്പൻ കവർന്നെടുത്തു. ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിലെ നാട്ടുകാരുടെ ഉറക്കം നഷ്ടപ്പെട്ടതോടെ പ്രതിഷേധം ശക്തമായി. ഒടുവിൽ അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടിച്ചുമാറ്റുവാൻ സർക്കാർ തലത്തിൽ തീരുമാനം. 2023 ഏപ്രിൽ മാസം ആദ്യം അരിക്കൊമ്പൻ ദൗത്യത്തിലേക്ക് കടക്കുവാൻ വനംവകുപ്പ് തീരുമാനിച്ചു. എന്നാൽ മൃഗസ്നേഹികൾ പരാതിയുമായി രംഗത്തെത്തി. ഇതോടെ മയക്കുവെടി വെക്കുന്നതിന് കോടതിയുടെ താൽക്കാലിക വിലക്ക്. കോടതി ഉത്തരവിനെതിരെ ഇടുക്കിയിൽ പ്രതിഷേധം. തലസ്ഥാനത്തടക്കം അരിക്കൊമ്പന് വേണ്ടി മൃഗസ്നേഹികളും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഒടുവിൽ 1 മാസക്കാലത്തെ പ്രതിഷേധങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് 2023 ഏപ്രിൽ 29 അരിക്കൊമ്പൻ ദൗത്യം നടത്തുന്നത്. രാവിലെ 6:45 ആരംഭിച്ച ദൗത്യം അവസാനിക്കുന്നത് വൈകിട്ട് 6:30. ഒടുവിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെയുള്ള യാത്ര. ഈ യാത്രയും വിവാദമായി. റോഡിനെ ചൊല്ലിയുള്ള വിവാദം തിരഞ്ഞെടുപ്പിൽ പോലും ചർച്ചയായി. അരിക്കൊമ്പൻ പോയതിനു ശേഷം വീടുകൾക്ക് നേരെയുള്ള ആക്രമണത്തിന് അറുതി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ചക്കക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമാണ്. കഴിഞ്ഞ 1 മാസമാകാൻ പോകുന്നതാണ് എൻ്റെ തൊട്ടടുത്തുള്ള ആ വീട് കുറ്റി നശിപ്പിച്ചു. രണ്ടാമത് ഈ കടലിലേക്ക് കയറാനുള്ള പരിശ്രമത്തിലാകുമ്പോൾ ഇവിടെ ഈ ലൈറ്റും ഇതൊക്കെ ഉള്ളതുകൊണ്ട് മിന്നിക്കൊട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് കയറുന്നില്ല. എന്നാലും ഇതിൽ മിക്കവാറും വന്നിട്ടുണ്ട് മുമ്പ് ഇങ്ങനെ അനുശ്വസിച്ചുകൊണ്ടാണ് പോകുന്നത്. 18ഓളം കാട്ടാനകളാണ് ചിന്നക്കനാലിലുള്ളത്. ഇതിൽ ആക്രമണകാരികളായ ചക്കക്കൊമ്പനെയും മുറിവാലനെയും ഇവിടെ നിന്ന് പിടിച്ചുമാറ്റണമെന്ന ആവശ്യവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ശാന്തൻപാറ ഈ ചിന്നക്കനാൽ മേഖലയും ബിയൽറാം മേഖലയൊക്കെ ഈ കണ്ടമാനം ഈ ഏലമൊക്കെ നശിപ്പിച്ച് കൃഷിയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ചക്കക്കൊമ്പനെ പിടിച്ച് മാറ്റിത്തരണം. അരിക്കൊമ്പന്റെ മലയിറക്കം കഴിഞ്ഞ 1 വർഷം പിന്നിടുമ്പോഴും ചിന്നക്കനാലിലെ കാട്ടാന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ആക്രമണകാരികളായ മറ്റ് 2 കൊമ്പന്മാരെ കൂടി പിടിച്ചു മാറ്റണമെന്ന ആവശ്യവും ഇവിടെ ഉയരുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. തേയിലക്കാടുകൾക്ക് നടുവിൽ അരിക്കൊമ്പൻ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന ദൃശ്യം നമുക്കൊരിക്കലും മറക്കാൻ കഴിയുകയില്ല. അരിക്കൊമ്പൻ ഹീറോ ആയിരുന്നു എന്ന് പറയുന്നവരും ഉണ്ട്. ഏതായാലും അരിക്കൊമ്പൻ മലയിറങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞെങ്കിലും നാട്ടുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും ചിന്നക്കനാലിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അവിടുത്തെ നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി കേൾക്കാം. അരിക്കൊമ്പനെ ഇവിടെ നിന്ന് കാട് കടത്തിയതിന് ശേഷവും വലിയ രീതിയിൽ കാട്ടാന ആക്രമണം തുടരുന്ന ഒരു മേഖലയാണ് ചിന്നക്കനാൽ, സിംഗകണ്ഠം, ഒപ്പം തന്നെ സമീപ പഞ്ചായത്തായിട്ടുള്ള ശാന്തൻപാറയൊക്കെ. വനംവകുപ്പ് ചില ഇടപെടലുകൾ നടത്തുകയും പുതിയ RRT സംഘത്തെയൊക്കെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും പഞ്ചായത്ത് പ്രസിഡന്റും പൊതുപ്രവർത്തകരും ഇവിടുത്തെ നാട്ടുകാരുമൊക്കെ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് അവരോടും കൂടി കാര്യങ്ങൾ ചോദിക്കാം. ഈ ചക്കക്കൊമ്പൻ വലിയ ആക്രമണം നടത്തി തുടങ്ങുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ RRT ഒക്കെ ഇട്ടിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു പ്രവർത്തനമൊക്കെ? ഇപ്പോൾ അവർ വന്നിട്ട് 2 ആഴ്ചയായിട്ടുണ്ട്. അവർ നമ്മളൊരു മെസ്സേജ് ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരുന്നുണ്ട്. പക്ഷേ അവരുടെ കയ്യിൽ മറ്റൊരു പടക്കം പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. 6 മണിയാകുമ്പോൾ തന്നെ ജനവാസ മേഖലയിലേക്ക് ആന പ്രവേശിക്കുകയാണ്. ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തീറ്റ വെച്ച് പിടിപ്പിക്കാനൊന്നും ചെയ്യാതെ അവർ ഈ ജനവാസ മേഖലയിലേക്ക് ആനയെ ഇറക്കി വിട്ട് തീറ്റുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഏല ഒന്നാതെ മഴയില്ലാതെ ഇവിടെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആന വന്ന് ബാക്കിയുള്ളതും കൂടെ നശിപ്പിച്ച് കളയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ഈ കൃഷിവിളകളൊക്കെ ഇങ്ങനെ നശിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുന്നു? ഞങ്ങൾക്ക് ഇതുവരെ ഒരു രൂപയുടെ ആനുകൂല്യം കിട്ടിയില്ല. ഇത് പട്ടയില്ലാത്ത ഭൂമിയായതുകൊണ്ട് ഇത് ഞങ്ങൾ അപേക്ഷ കൊണ്ട് വെക്കും. ഞങ്ങൾ കുറച്ച് ചിലവാണ്. വലിയ ഓഫീസറൊന്നും കാണിക്കുക, ഫോറസ്റ്റുകാർ വിളിച്ചുകൊണ്ട് കാണിക്കുക. ഇതിൻ്റെ വണ്ടിക്കൂലി പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾ ആകപ്പാടെ വലിയൊരു ബുദ്ധിമുട്ടുകളാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതാണ്. അരിക്കൊമ്പനെ കൊണ്ടുപോയാൽ തന്നെ ചക്കക്കൊമ്പനെ കൂടി മാറ്റണം എന്നുള്ള ഒരു ആവശ്യം. അരിക്കൊമ്പനെ കൊണ്ടുപോയതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സമരം നടത്തുന്ന ആളുകൾ ഇപ്പോഴും തിരുവനന്തപുരത്തുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ RRTയുടെ ഒക്കെ പ്രവർത്തനം കൊണ്ട് എത്രത്തോളം ആനകളുണ്ട് ഇവിടെ? 18 ആനയുള്ള അതിലാണ് മെയിനായിട്ടുള്ള കൊമ്പന്മാരാണ് ഈ മുറിവാലിനും ചക്കക്കൊമ്പനും.
അരിക്കൊമ്പൻ പോയതിന് ശേഷം വലിയ വീടുകളിൽ ആക്രമണങ്ങളൊന്നും കുറവായിരുന്നു. ഇപ്പം അത് അരിക്കൊമ്പൻ്റെ പണി ഇപ്പം ചക്കക്കൊമ്പനെ ഏറ്റെടുത്തിരിക്കുക. ഇപ്പം പന്നിയാറ് റേഷൻ കട ഇടിച്ചതൊക്കെ ഈ ചക്കക്കൊമ്പനാണ്. അത് തന്നെയല്ല, ചക്കക്കൊമ്പൻ നേരത്തെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന പരിപാടി ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ജനങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി, ഓടിക്കാൻ തുടങ്ങി വിഷയങ്ങൾ. അത് ഈ പ്രതിഷേധമൊക്കെ ശക്തമായപ്പം വനം വകുപ്പ് അല്പം ഒരു കാര്യക്ഷമമായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വനം വകുപ്പ് കാര്യക്ഷമമായിട്ടുണ്ട്. അതിന് 100 കണക്കിന് കുരങ്ങനെ പുറം സ്ഥലത്തുനിന്ന് പിടിച്ചുകൊണ്ട് വന്ന വണ്ടിയിൽ സൂര്യനെല്ലി മേഖലയിൽ ഇറക്കി വിട്ടു. ഇപ്പോൾ ഒരു 1000 കുരങ്ങെങ്കിലും സിംഗാടത്തുണ്ട്. ആനയെ ഒഴിവാക്കി മനുഷ്യൻ പിടിച്ചു നിൽക്കുമെന്ന് കണ്ടപ്പോൾ കുരങ്ങനെ മനഃപൂർവ്വം കൊണ്ടുവന്ന് വിട്ടേക്കുക. വണ്ടിയെ കൊണ്ടുവിട്ടതായിട്ട് സാക്ഷികളുണ്ട് ഇവിടെ. വനം വകുപ്പ് രാത്രി കൊണ്ടുവിട്ടെന്ന്. ആന മാത്രമല്ല, കുരങ്ങും അതുപോലെയുള്ള വന്യജീവികളുടെ ശല്യവും ഈ മേഖലയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്നാണ് പറയുന്നത്. വലിയ ബുദ്ധിമുട്ടാണല്ലേ? തീർച്ചയായിട്ടും കാർഷിക മേഖല തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ എത്തുന്നത്. RRT സംഘത്തെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടൊരു വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള RRT ടീമല്ല. അവരും സാധാരണ മനുഷ്യരാണ്. വന്യമൃഗം എന്ന നിലയിൽ ചക്കക്കൊമ്പനെ പോലുള്ള വളരെ റോഗറായിട്ടുള്ള ഒരു ആനയെ സമീപിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മറ്റ് നടപടികളുമായിട്ട് ഇവിടെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് പകരം പുതിയ പുതിയ വനമേഖലകൾ സൃഷ്ടിച്ചുകൊണ്ട് ജനവാസ മേഖലകൾ കുടിയൊഴിപ്പിച്ച് വനവൽക്കരണം നടത്തുന്നതിനാണ് ഗവൺമെൻറ് തലത്തിലുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നതിനോടൊപ്പം തന്നെ ഈ മുറിവാലൻ, ചക്കക്കൊമ്പൻ തുടങ്ങിയ ആനകളെ പിടിച്ചു മാറ്റണമെന്ന് അന്ന് അരിക്കൊമ്പൻ സമരം നടന്ന കാലത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ആ ആനകളെ കൂടി മാറ്റി ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ തക്കവണ്ണം പട്ടയം അനുവദിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭൂമി സംരക്ഷിക്കേണ്ട തരത്തിലുള്ള നടപടികളാണ് സർക്കാരിൻ്റെ തലത്തിൽ നിന്ന് സ്വീകരിക്കേണ്ടത്. അത്തരത്തിലാണ്. എന്തായിരുന്നാലും അരിക്കൊമ്പൻ പോയി ഒരു വർഷം കഴിയുമ്പോൾ പോലും ഇവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ഭൂമിക്ക് പട്ടയം കൊടുക്കണം. 2, വനഭൂമിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള നീക്കം അതിൽ നിന്ന് പിന്മാറണം. ഒപ്പം തന്നെ ആക്രമണകാരികളായ മറ്റ് ആനകളെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ഈ സ്പെഷ്യൽ RRT സംഘത്തിന് കാര്യക്ഷമമായി ഈ കാര്യങ്ങൾ ആനയെ നിരീക്ഷിക്കുന്നതിനും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കണം എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോഴും അരിക്കൊമ്പൻ ദൗത്യം കഴിഞ്ഞ് 1 വർഷം പിന്നിടുമ്പോഴും ഈ ചിന്നക്കനാൽ സിംഗുകണ്ഠം മേഖലയിലെ ജനങ്ങളുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.